സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു പ്രിയദർശിനി പദ്ധതി. ഈ ജൂലൈ 15-ന് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഏറ്റവും കൂടുതൽ വന്ന പ്രചാരണം എന്ന് പറയുന്നത് ഇത് കടക്കണിയിലാക്കും, KSRTCയെ കടക്കണിയിലാക്കുമെന്നാണ്. എന്നാൽ ഇന്ന് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് വന്ന കണക്കുകൾ അനുസരിച്ച് 2.4 ലക്ഷം രൂപയുടെ വർധനവാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രചാരണത്തിന്റെ മുന്നിയൊടിക്കുന്ന കണക്കുകളല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായും. ഇപ്പോൾ ഇതുവരെ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ശ്രമിക്കാത്ത അല്ലെങ്കിൽ മനസ്സിൽ കാണാത്ത അല്ലെങ്കിൽ കൊണ്ടുവരാത്ത ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്ന് അത് പതിയെ ഒരു ചെറിയ സ്റ്റെപ്പുകളായി അത് വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു എന്താ പറയുക, ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ, ക്യാമ്പയിനുകൾ നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് KSRTCക്ക് ഇത്ര കോടി രൂപ കടബാധ്യത വരുന്നു, അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാവുന്നില്ല. ഒരു പരിധിവരെ അതിൽ ചെറിയൊരു യാഥാർത്ഥ്യമുണ്ടെങ്കിലും ഈ ഒരു പ്രിയദർശിനി പദ്ധതി ഒരു ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി കേരളത്തിൽ വിജയിക്കില്ല എന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളെല്ലാം തകർക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുള്ള കളക്ഷൻ്റെ റിപ്പോർട്ട്. കോഴിക്കോട് മാത്രമല്ല, ഇത് പ്രത്യേകിച്ച് ഈ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആരോപണമായിരുന്നു മലബാർ ജില്ലകളെ അല്ലെങ്കിൽ മലബാർ മേഖലകളിൽ ഈ ഒരു പ്രിയദർശിനി പദ്ധതി ബസ്സുകൾ കുറവാണ്, അല്ലെങ്കിൽ KSRTC എണ്ണം കുറവാണ്, അല്ലെങ്കിൽ ആളുകൾ കയറാനായിട്ട് അവർക്ക് അവസരം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേ ഒരു മലബാർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പറയുന്നത്. ഇപ്പോൾ മുമ്പ് സാധാരണ ഒറ്റപ്പെട്ട സ്ത്രീകളായിരുന്നു വരുന്നതെങ്കിൽ ഇപ്പോൾ കുടുംബമടക്കമാണ് ഈ ബസ്സുകളെ ആശ്രയിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു വിഭാഗത്തിൽ നിന്നും വലിയൊരു വർധനവ് ഈ ഒരു KSRTCയിലേക്ക് ഒഴുകുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകളെ ഒരു കാരണവശാലും ഇകഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ താഴ്ത്തി കിട്ടുന്നതോ അല്ല. ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു മത്സര ഓട്ടവും ആ ഒരു പെരുമാറ്റ ശൈലിയും നിങ്ങളുടെ സ്വഭാവ ദൂഷ്യവും തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഓവർ സ്പീഡും എല്ലാം ഈ ഒരു പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടൊരു റോഡ് നിയമങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ റോഡ് നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മറ്റ് ജീവനുകളെ വില കൊടുത്ത് അല്ലെങ്കിൽ മാനിച്ച് നിങ്ങൾക്ക് സർവീസ് നടത്തിക്കൂടാ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, സമയവും അല്ലെങ്കിൽ കളക്ഷന്റെ പേരിലും തിരിച്ച് കൗണ്ടർ ചെയ്താൽ അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബസ്സിലെ ജീവനക്കാരെ പോലെ തന്നെയാണ് സാധാരണ ജനങ്ങളും, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഓരോ ബസ്സിലും കയറുന്നവരെ പോലെ തന്നെയാണ് സാധാരണ ജനങ്ങളും. അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണനയും അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനോടുള്ള ഒരു മര്യാദയും നിങ്ങൾ തന്നെ കാണിക്കണം. കാണിക്കാത്ത പക്ഷമാണ് ബദൽ മാർഗമായി ഇപ്പോൾ പ്രിയദർശിനി ബസ്സുകൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസ് നടത്തുന്നത്. ഇപ്പോൾ ആ ഒരു സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഇപ്പോൾ കൂടുതൽ കളക്ഷൻ കിട്ടുന്ന വാർത്തകളും കൂടി വരുമ്പോൾ പൂർണ്ണമായും പ്രൈവറ്റ് ബസ്സുകളെ ഈ ഒരു സീനിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു പ്രൈവറ്റ് ബസ്സുകളെ മാറ്റി നിർത്തുന്നതിനും തന്നെ ഒരു ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. പ്രൈവറ്റ് ബസ്സുകളും നമ്മുടെ പൊതുഗതാഗതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ KSRTCയും പ്രൈവറ്റ് ബസ്സും തമ്മിൽ രണ്ട് യൂണിവേഴ്സ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ KSRTC വരുന്നു എന്ന് പറഞ്ഞ് ഇവർ നിലം തൊടാതെ പറക്കുന്നു, അതിനിടെ അപകടങ്ങളുണ്ടാകുന്നു, മരണങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സുരക്ഷയോടെയും അല്ലെങ്കിൽ സമാധാനത്തോടെയും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രാ മാർഗമായി ഈ പ്രിയദർശിനി സർവീസ്. ശരിക്കും ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയദർശിനി എന്നൊരു പദ്ധതി വന്നത് കൊണ്ട് മാത്രമല്ല അവർക്ക് ഇത്രയും വലിയ ഇടിവ് വന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ ആറ്റിറ്റ്യൂഡിൻ്റെയും പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം, ഒന്ന് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരു സമയം പോലും അവർ നൽകുന്നത് മത്സര ഓട്ടമാണ്. അവർ KSRTCയും പ്രൈവറ്റ് ബസ്സും തമ്മിലായിരിക്കില്ല മത്സര ഓട്ടം, പ്രൈവറ്റ് ബസ്സും തന്നെ ആയിരിക്കും. അപ്പം അതും കൂടുതൽ കാരണം കൊണ്ടും ആൾക്കാർ ഇപ്പം ഫ്രീ കണ്ടുകൊണ്ട് ഇപ്പുറത്തെ KSRTCയിലേക്ക് വന്നു. പിന്നെ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർക്കും കൂടുതൽ പേരും ഈ പ്രിയദർശിനിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. കാരണം അവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്നതിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അവർക്കൂടാണ് അതിലേക്ക് ലാഭം ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബസ് കാണിക്കുന്ന അച്ചപ്പം വിൽക്കാനും അച്ചാറ് വിൽക്കാനും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ അവർ ഇതിൽ പ്രതിഷേധം കാണിക്കുന്നത്. എന്നിരുന്നാലും KSRTCയിലെ ഈ സൗജന്യ യാത്ര നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ 3 മാസം കഴിഞ്ഞും ഇത് മുന്നോട്ട് പോകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്.
6 മാസമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുപോലെ ഓർഡിനറി ബസ്സുകളിൽ ഈ സൗജന്യ യാത്ര അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഉടനെ ഫാസ്റ്റ് പാസഞ്ചറിലേക്കോ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റിലേക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കും കൂടെ ഇതുപോലെ ഒരു സൗജന്യ യാത്ര ഈ KSRTCയിൽ തന്നെ സാധ്യമാവുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരോടാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. അതായത് ഞാൻ പരാജയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇലക്ഷൻ തോറ്റപ്പോൾ നിങ്ങളെല്ലാം പായസം വെച്ച് കുടിച്ച് ആർമാദിച്ച് എൻജോയ് ചെയ്തതല്ലേ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടി അവിടെ രസിച്ചതല്ലേ, കളിയാക്കിയതല്ലേ, ഇനി ഞാൻ പോയി നിങ്ങളുടെ ഒരവസ്ഥയിൽ ഓരോ പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുമ്പോഴും ഇതുപോലെ ഞാൻ പോയി പായസം വെച്ച് അത് ആഘോഷിക്കാൻ പോവുകയാണെന്നുള്ളൊരു കമന്റ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനു മുമ്പ് വരെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തോളം കുറച്ചു കാലം കേരളത്തിലെ ഗതാഗത മന്ത്രി ആയിരുന്ന ഒരാളുടെ വായിൽ നിന്നാണ് ഈ തൊഴിലാളികളുടെ ഈ ഒരു ബുദ്ധിമുട്ടിൽ വന്നപ്പോൾ വന്ന ഒരു കമന്റ്. അതിന് കാരണം എന്താ? അദ്ദേഹത്തെ തോൽപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി വീട്ടിലിരുത്തിയത് ഈ പത്തനാപുരത്തെ ജനങ്ങളാണ്, അല്ലാതെ മുഴുവൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളല്ല. അതിൽ ഈ ജനങ്ങളെ മുൻകൈ എടുത്താണ് ഈ ചാമക്കാലയെ നിയമസഭയിലേക്ക് അയച്ചതും ഗണേഷ് കുമാറിനെ തിരിച്ച് വീട്ടിലിരുത്തിയും. അപ്പോൾ ഈ തോറ്റതിന്റെ ചൊരുക്ക് തീർക്കേണ്ടത് പ്രൈവറ്റ് ബസ്സുകാരുടെ മിക്കിട്ടല്ല എന്നും കൂടി ഒന്ന് പറഞ്ഞ് വെക്കുകയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നതിൽ ഒരു വിഭാഗം നല്ല ജീവനക്കാരുമുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള നല്ല സമീപനങ്ങളും നമ്മൾ 1-2 വാർത്തകളിൽ നമുക്ക് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അവരെല്ലാം അവഗണിക്കുന്ന രീതിയിലായിരുന്നു ഗണേഷ് കുമാറിന്റെ ആ ഒരു പ്രതികരണം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോതമംഗലത്ത് തോന്നുന്നു ഇതുപോലെ ഒരു പൊതുപരിപാടിയിൽ KB ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ബസ് ഹോൺ അടിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു ബസ്സിനെ പെർമിറ്റ് റദ്ദാക്കും എന്ന രീതിയിൽ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ ആ ഒരു പൊതുവേദിയിൽ ആ ബസ്സിനെതിരെ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന KB ഗണേഷ് കുമാർ. എന്തുകൊണ്ട് KB ഗണേഷ് കുമാറിനെതിരെ അല്ലെങ്കിൽ KB ഗണേഷ് കുമാറിന്റെ സമയത്തുണ്ടായിരുന്നു ഈ ബസ്സുകളുടെ പെർമിറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പെർമിറ്റ് തുക അല്ലെങ്കിൽ ആ ഒരു നികുതി കുത്തനെ കൂട്ടിയതുമല്ല. പക്ഷെ 2026 വി ഡി സതീശൻ സർക്കാർ വന്നതോടെ ഇവരുടെ ആ ഒരു ബസ്സുകൾക്ക് അല്ലെങ്കിൽ പെർമിറ്റ് അടക്കമുള്ള പല കാര്യങ്ങൾക്കും ഇളവ് വരുത്തുകയും പല അനുകൂല നടപടികളും ഈ ഒരു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകൾക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എന്തിന് നിങ്ങൾ ഈ ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഇതുപോലെ സർവീസുകൾ വെട്ടിച്ചുരുക്കി ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് ചോദിക്കുന്ന ചോദ്യം. ഇപ്പൊ ഈ KSRTCന്റെയും പ്രൈവറ്റിന്റെയും ബസ്സിന്റെ കാര്യം പറഞ്ഞാലും KSRTC ബസ് ഈ പദ്ധതി കൊണ്ടുവന്നാലും പ്രൈവറ്റ് ബസ്സിനെ പൂർണ്ണമായും തള്ളിയിട്ടില്ല. കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗതാഗത മന്ത്രി. അതായത് ടാക്സിന് ഇളവ് വരുത്തുന്നതും പിന്നെ ഭരണസമിതിയെ അംഗങ്ങളെ രൂപീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ, പിന്നെ ആ റൂട്ടിലോട്ടുള്ള KSRTC ബസ്സിന്റെ എണ്ണം കുറയ്ക്കാം എന്നൊക്കെ ഒരുപാട്. നമ്മൾ ഗണേഷ് കുമാർ മുമ്പ് ഇപ്പൊ പറഞ്ഞ കാര്യം പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ കാണിച്ച ഒരു അവഗണനയൊന്നും എന്തായാലും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയോ ഗവൺമെന്റോ കാണിക്കുന്നില്ല പ്രൈവറ്റ് ബസ്സുകാരോട്. അതെ, തീർച്ചയായും. ഈ ഗണേഷ് കുമാറിന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മീഡിയ ഹൈപ്പ് അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഗതാഗത മന്ത്രി ആയിരിക്കുന്ന CP ജോൺ എന്ന ഒരു നേതാവിനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അല്ലെങ്കിൽ ഈ KB ഗണേഷ് കുമാർ പോകുന്നിടത്തെല്ലാം കുറെ PR വർക്കേഴ്സ് വരുന്നു, അല്ലെങ്കിൽ അവിടെ പോകുന്നിടത്ത് റീല് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒന്നും അതുപോലെയുള്ള ഒരു ഓവർ ഹൈപ്പ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഗതാഗത മന്ത്രിക്കില്ല. അദ്ദേഹത്തിന് അറിയാം ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല ശരിക്കുള്ള നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിൽ വേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടത് അതല്ല എന്ന് അദ്ദേഹത്തിനുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരു ഹൈപ്പ് കൊടുക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടത് എന്താണോ അതാണ് അദ്ദേഹം നൽകുന്നത്. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ പായസം വെച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് നിൽക്കുന്നതനുസരിച്ച് ഞാനും പായസം വെക്കുമെന്ന് പറയുന്ന ഒരു പ്രതികരണമല്ല, അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രതികാര ബുദ്ധിയോടെയുള്ള ഒരു പ്രതികരണമല്ല ഒരു ജനപ്രതിനിധി ആയിരുന്ന ഒരാൾ ചെയ്യേണ്ടിയിരുന്നത്.